എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിൽ സ്വാഗതം. ഇന്ന് നമ്മുടെ ഡയർ ടു ടോക്കിന്റെ 24ാമത്തെ എപ്പിസോഡാണ്. നിങ്ങൾ നല്ല നല്ല റെസ്പോൺസ് ആണ് ഓരോ വീഡിയോക്കും നൽകിക്കൊണ്ടിരിക്കുന്നത്. നല്ല രീതിയിൽ തന്നെ കമന്റ് അടിക്കുന്നുണ്ട്. ചിലർ വന്നിട്ട് എനിക്ക് പേഴ്സണലി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ചെയ്യുന്നുണ്ട്. നിങ്ങളും ഫോളോ ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ എന്നോട് പേഴ്സണലി ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ, ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാവുന്നതാണ്. നിതിൻ സ്ക്വാഡ് എന്ന തന്നെ ID. അതിന്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റായി പിൻ ചെയ്ത് വെച്ചിട്ടൊക്കെ ഉണ്ടാവും. നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ്. അതുപോലെ നമ്മുടെ ഈ ഒരു NR സ്ക്വാഡ് നമ്മുടെ ശക്തിയായിട്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തുകൊണ്ട് വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് വെക്കാൻ കൂടി മറക്കരുത്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ചാൽ പീരീഡ്സുമായി ബന്ധപ്പെട്ടിട്ടാണ്. പീരീഡ്സ് ഒരു സ്ത്രീയിൽ സംഭവിക്കുന്ന പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്സാണ്. മെൻസ്ട്രൽ സൈക്കിളിന്റെ ഭാഗമായിട്ടുള്ള കാര്യമാണ്. ഈ ഒരു ടൈം പീരീഡിൽ സെക്സ് പോസിബിൾ ആണോ എന്നുള്ളത് പലരുടെയും ഒരു ഡൗട്ട് തന്നെയായിരിക്കും. പലരും അത് ഇഷ്ടപ്പെടുന്ന കാര്യമൊന്നും ആയിരിക്കില്ല. പക്ഷേ ഒരുപാട് ഡൗട്ടുകൾ നിലനിൽക്കുന്നുണ്ട്. നമ്മുടെ സമൂഹത്തിൽ തന്നെ ഈ ഒരു പീരീഡ്സുമായി ബന്ധപ്പെട്ട് ഒരുപാട് വിശ്വാസങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അത് ഇത് എന്നെല്ലാം പറഞ്ഞിട്ട് പല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആ ടൈമിൽ സെക്സോ എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയായിരിക്കും. എങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ശാസ്ത്രീയമായ കാര്യങ്ങളാണ്. ഈ ഒരു ടൈമിൽ സെക്സ് പോസിബിൾ ആണോ, അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ വേറെ എന്തെങ്കിലും തരത്തിലുള്ള റിസ്ക് ഫാക്ടേഴ്സ്, ഇപ്പോൾ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് എന്ന കേസിലുള്ള പ്രശ്നങ്ങളുണ്ടോ, കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ടോ, അതോ അതൊരു സേഫ് സെക്സ് പീരീഡ് ആണോ, അങ്ങനെ പലതരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അത്തരം ക്വസ്റ്റ്യൻസ് നിലനിൽക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ ക്ലാരിഫൈ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രൈമറി ആയിട്ട് എന്താണ് മെൻസ്ട്രൽ സൈക്കിൾ, ആർത്തവം എന്താണ് എന്ന് ചെറുതായിട്ടൊന്ന് പറയാം. നമ്മൾ മറ്റൊരു വീഡിയോയിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ അതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യമാണ്. അപ്പോൾ റീപ്രൊഡക്ഷൻ്റെ ഭാഗമായിട്ട് ഒരു ലേഡിയിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്സാണ്. ഒരു പ്രായപൂർത്തിയായ പെൺകുട്ടിയിൽ നടക്കുന്ന സ്വാഭാവികമായിട്ടുള്ള പ്രോസസ്സ്. പ്രായപൂർത്തി എന്നൊക്കെ പറയുമ്പോൾ 11 to 14 ആ ഒരു ഏജിലാണ് പൊതുവിൽ ഈ ഒരു മെൻസ്ട്രൽ സൈക്കിൾ സ്റ്റാർട്ട് ചെയ്യാറ്. പക്ഷേ ഇന്നത്തെ ഒരു ജീവിത രീതിയും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ വളരെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യുന്ന പ്രവണതകളും കണ്ടുവരുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. അതെന്തോ ആയിക്കോട്ടെ, നമ്മുടെ വിഷയത്തിൻ്റെ അത്ര കണ്ട് ഇറങ്ങിച്ചെല്ലേണ്ട ആവശ്യകതയില്ലല്ലോ. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ സ്വാഭാവികമായിട്ട് നടക്കുന്ന ഒരു പ്രോസസ്സാണ്. എന്താണ് നടക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കുട്ടി ഉണ്ടാവാൻ വേണ്ടിയിട്ട് സ്ത്രീകളുടേതായ കോൺട്രിബ്യൂഷനായിട്ടുള്ള ഓവം ഓരോ മാസവും ഒരെണ്ണം വെച്ച് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. സാധാരണഗതിയിൽ ഒരെണ്ണം വെച്ച് ഉൽപ്പാദിപ്പിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ഒരു ഉൽപ്പാദിപ്പിക്കുന്നതിനനുസരിച്ച് മറ്റൊരു മാറ്റം കൂടി ഉണ്ടാവും. നമ്മുടെ വീട്ടിലോട്ടൊരു അതിഥി വരുവാണെങ്കിൽ നമ്മളെന്താ അവർക്ക് ബെഡൊക്കെ ഒരുക്കി വെച്ച് റൂമൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ വെക്കില്ലേ, അതേപോലെ തന്നെ ഒരു കുട്ടി വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ആ സ്ത്രീ ശരീരത്തിനുള്ളിൽ നടക്കും. അതായത് ഗർഭപാത്രത്തിൻ്റെ ഉള്ളിൽ ചെറിയ രീതിയിൽ ഒരു മെത്തയൊക്കെ ഒരുക്കി വെക്കും. മെത്ത എന്ന് പറയുമ്പോൾ നിങ്ങൾ വേറെ ഒന്നും ചിന്തിക്കേണ്ട, ഷെർലോ മാട്രസിൻ്റെ മെത്തയൊക്കെയാണ് റെഡിയാക്കി വെക്കുന്നതെന്ന് തിങ്ക് ചെയ്യേണ്ട. അവിടെ ഒരു ലെയറും കാര്യങ്ങളൊക്കെ റെഡിയായി നിൽക്കുന്നുള്ളതാണ്. അപ്പോൾ ആ ലെയറും കാര്യങ്ങളൊക്കെ റെഡിയാക്കി, പക്ഷേ അവിടെ ഒരു സെക്ഷൽ ബന്ധവും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. സ്പേംസ് അവിടെ എത്തുന്നില്ല, ഫെർട്ടിലൈസേഷൻ നടക്കുന്നില്ല. ഇങ്ങനെ നടക്കാത്ത പക്ഷം എന്ത് സംഭവിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഓവവും അതുപോലെ തന്നെ ഈ ഒരു ലെയറൊക്കെ രൂപപ്പെട്ടെന്ന് പറഞ്ഞല്ലോ, അതൊക്കെ കൂടി പൊട്ടി പുറത്തേക്ക് പോകുന്ന ഒരു ബ്ലഡ് സ്റ്റെയിനും കാര്യങ്ങളൊക്കെയാണ് യഥാർത്ഥത്തിൽ ആർത്തവം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ അത്ര മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണഗതിയിൽ ഓരോ മാസവും ഒരു സ്ത്രീയുടെ ശരീരത്തിൽ നടക്കുന്ന ഒരു പ്രോസസ്സാണ്. കുട്ടിയാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രക്രിയയാണ്, ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. അപ്പോൾ അത് സക്സസ് ആവാത്തതുകൊണ്ട് തന്നെ ഒരു സെക്ഷൽ കോണ്ടാക്റ്റോ ഇല്ലെങ്കിൽ ഒരു ഫെർട്ടിലൈസേഷനോ നടക്കാത്ത പക്ഷേ അത് പൊട്ടി പുറത്തേക്ക് പോകുന്ന ഒരു നാച്ചുറൽ പ്രോസസ്സാണ്. ഇനി ഈ ഒരു സമയത്ത് സെക്സ് പോസിബിൾ ആണോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ്. അതിന് മുമ്പായിട്ട് ഒരു കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. ഈ ഒരു സമയത്ത് സ്ത്രീകളിൽ അതിൻ്റെതായ മാറ്റങ്ങൾ കണ്ടുവരാറുണ്ട്. ഒന്നാമത്തെ കാര്യം മൂഡ് സ്വിങ്സ് തന്നെയാണ്. അതായത് അവരുടെ മൂഡ് സ്വിങ്സുകളിൽ പല ചേഞ്ചസും ഉണ്ടാവും. ഒന്നാമത് ദേഷ്യം വരിക, അതുപോലെ സാഡ് ഫീലിംഗ് തോന്നുക, അങ്ങനെയുള്ള പല കാര്യങ്ങളും അവർ പ്രകടിപ്പിക്കുന്നുള്ളതാണ്. അത് ആ ഒരു ഹോർമോണൽ വേരിയേഷൻസും പല കാരണങ്ങൾ കൊണ്ടാണ് അത്തരത്തിലുള്ള മാറ്റങ്ങൾ. പിന്നെ ചില ലേഡീസിൽ ഭയങ്കരമായിട്ടുള്ള പെയിനും കാര്യങ്ങളെല്ലാം ഉണ്ടാവും, വേദന കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇങ്ങനെയുള്ള ചില മാറ്റങ്ങളെല്ലാം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് കെയറിങ് വേണ്ടുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയത്ത് ഈ ഒരു മൂഡ് ചേഞ്ചും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ മതിയായ സപ്പോർട്ട് ആ ഒരു ഹസ്ബൻഡിൽ നിന്നോ ഇല്ലെങ്കിൽ നമ്മുടെ ചുറ്റിലുള്ള ഓരോ ഫ്രണ്ട് സർക്കിളിൽ നിന്നോ കിട്ടുന്നില്ല എങ്കിൽ അവർക്ക് ഒരു ഡിപ്രഷൻ ഫീലിംഗ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ചില പഠനങ്ങളും സർവീസും പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 4 പേരിലെടുത്ത് കഴിഞ്ഞാൽ 3 പേരിലും ഇത്തരത്തിലുള്ള ആ ഒരു മൂഡ് സ്വിങ് ചേഞ്ചസുകൾ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ടുള്ള കൺസിഡറേഷൻസ് ഗേൾസിന് കൊടുക്കേണ്ടത്, ആ ഒരു സമയത്ത് കൊടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അല്ലെങ്കിൽ ഒരു പക്ഷേ അത് ഡിപ്രഷനെയും അവരുടെ ഡെയിലി ലൈഫിനെയും ഒക്കെ ബാധിക്കുന്ന രീതിയിലുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ അവരൊന്ന് സപ്പോർട്ട് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ്. വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. കാരണം നമ്മുടെ സമൂഹത്തിൽ ഈ പീരീഡ്സ് ടൈമിൽ വീട്ടിൽ നിന്ന് തന്നെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റിപ്പാർപ്പിക്കുന്ന സിസ്റ്റം വരെ ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് വളരെ സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. വളരെ നാച്ചുറലായിട്ട് അവരുടെ ശരീരത്തിലേക്ക് ഒരു കുട്ടി ഉണ്ടാവേണ്ടതിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നതിൻ്റെ പേരിൽ അവരെ ഒറ്റപ്പെടുത്തുന്നത് ഒട്ടും ശരിയല്ല എന്നുള്ളതാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഈ കെയറിങ് കാര്യങ്ങളൊക്കെ വേണം നമ്മൾ പറഞ്ഞു. ഈ ഒരു ടൈം പീരീഡിൽ സെക്ഷൽ കോണ്ടാക്ട് പോസിബിൾ ആണോ എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഡിപ്രഷൻ മൂഡിൽ ഒരു സെക്സ് ചെയ്യാൻ താല്പര്യപ്പെടില്ല സ്ത്രീ, ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ചാൽ പെയിൻഫുൾ ഫീലിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അവിടെയും അവരൊരു സെക്സ് ചെയ്യണമെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു സന്ദർഭത്തിലായിരിക്കില്ല. പക്ഷേ വേറൊരു കേസ് എന്ന് വെച്ചാൽ ചെറിയൊരു ശതമാനമെങ്കിലും ഇല്ലെങ്കിൽ ഒരു ചെറിയൊരു പക്ഷം ആൾക്കാർ, ലേഡീസ്, അവർ ആ ഒരു ടൈമിൽ സെക്സ് ആഗ്രഹിക്കുന്നുണ്ടാവും. അവരത്തരത്തിലുള്ളൊരു ആറ്റിറ്റ്യൂഡ് അവർക്ക് ഉണ്ടാവും. അങ്ങനെ ഒരു സാഹചര്യത്തിലാണെങ്കിൽ പുരുഷനും അത് ചെയ്യാൻ എന്താ പറയുക താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ
അവർക്ക് അവിടെ ഒരു സെക്സ് പോസിബിൾ ആണ്. അതിൽ വേറെ രീതിയിൽ എന്താ പറയുക നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ചിന്തിക്കണം, ഇതിനെ എന്താ പറയുക അശുദ്ധമായിട്ടും ഇല്ലെങ്കിൽ ഒരു അറപ്പോടുകൂടിയും കാണുകയാണെങ്കിൽ, അശുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശ്വാസത്തിൻ്റെ ഭാഗമായിട്ടുള്ള അശുദ്ധമല്ല ഞാൻ പറയുന്നത്, എന്തെങ്കിലും ഒരു അൺഹൈജീനിക് ആയിട്ടുള്ള ഫീലിംഗ് ആണ് തോന്നുന്നതെങ്കിൽ, പുരുഷൻ അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ അവിടെ ഒരു സെക്സ് ചെയ്യാതിരിക്കുന്നതെന്നല്ല. കാരണം അങ്ങനെ ഒരു അവജ്ഞയോടുകൂടി ചെയ്ത് കഴിഞ്ഞാൽ ആകെപ്പാടെ അലമ്പാവും. അപ്പോൾ രണ്ടുപേരും അതിന് ജസ്റ്റ് ഒരു ബ്ലഡ് സ്റ്റെയിൻ ആയിട്ട് മാത്രം കാണുകയും സെക്സിലോട്ട് പോവുകയും രണ്ടുപേരും ഇൻട്രസ്റ്റഡ് ആണെങ്കിൽ മാത്രം ചെയ്യുകയും ചെയ്ത് കഴിഞ്ഞാൽ അവിടെ വലിയ എന്താ പറയുക വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി ഇൻഫെക്ഷൻ സാധ്യത ഉണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് വെറ്റായിട്ടൊക്കെ അവിടെ ഇരിക്കുകയാണെങ്കിൽ, ഇങ്ങനെയുള്ള സമയങ്ങളിൽ വെറ്റായിട്ടൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പം എന്താ പറയുക ഇൻഫെക്ഷൻ സാധ്യതയുണ്ട്. ഇപ്പം നമ്മൾ അണ്ടർവെയർ തന്നെ വെറ്റായിട്ടുള്ള അണ്ടർവെയർ ഇട്ട് കഴിഞ്ഞാൽ അവിടെ ഫംഗൽ ഇൻഫെക്ഷൻസും കാര്യങ്ങളും ഉണ്ടാകുന്നത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. അങ്ങനെയല്ലാതെ സെക്ഷൽ കോൺടാക്ട് ചെയ്തു എന്നതിനെ കൊണ്ട് വലിയ രീതിയിൽ ഇൻഫെക്ഷൻസോ കാര്യങ്ങളോ ഉണ്ടാകുന്ന വലിയ പോസിബിലിറ്റീസ് ഒന്നുമില്ല. സെക്സ് ചെയ്യാവുന്നതാണ്, അതിൽ വലിയ അപകടകരമായിട്ടുള്ള കാര്യമൊന്നുമില്ല, വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. രണ്ടുപേരും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്യാൻ നിൽക്കുക. കാരണം സെക്സ് ചെയ്യുമ്പോൾ തന്നെ രണ്ടുപേരുടെയും താല്പര്യം വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. അല്ലാത്ത പക്ഷം ഒരാൾ ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പാർട്ട്ണറിന് അത് നെഗറ്റീവായിട്ടുള്ള ഫീലിംഗ് ആയിരിക്കും. അത് പീരീഡ്സ് ടൈമിലാവണമെന്നില്ല, ഏത് സമയത്താണെങ്കിലും അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ തിങ്ക് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഒരാൾ ഡോമിനേറ്റ് ചെയ്തിട്ട്, അതായത് ഒരാൾക്ക് താല്പര്യമില്ല, അങ്ങനെ ഡോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു റേപ്പ് അറ്റംപ്റ്റ് നടത്തുന്ന പോലെ ആയിരിക്കും ഫീൽ ചെയ്യുക. അതുകൊണ്ട് അതൊരിക്കലും ചെയ്യരുത്. അപ്പോൾ പീരീഡ്സ് ടൈമിൽ രണ്ടുപേരും താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ചെയ്തു കഴിഞ്ഞു എന്ന് വെച്ചിട്ട് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. ഇനി നോക്കാനുള്ളത് ഇത്തരത്തിലുള്ള സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസ് പകരാനുള്ള സാധ്യതകൾ കൂടുമോ ഇല്ലയോ എന്നുള്ള. സാധാരണഗതിയിൽ സെക്സ് ചെയ്യുമ്പോൾ എങ്ങനെയാണോ പകരാൻ സാധ്യതയില്ല അതുപോലെ തന്നെ അപ്പോഴും സാധ്യതയുണ്ടെന്നുള്ളതാണ്. അത് മാത്രം മനസ്സിലാക്കുക. ഇനി നമ്മൾ നോക്കാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു പീരീഡ്സ് ടൈമിൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ല പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ളതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 3 പോയിന്റുകളാണ് നമുക്ക് പറയാനുള്ളത്. കുട്ടികൾ ഉണ്ടാവില്ല സാധ്യത ഉണ്ടോ എന്നുള്ള ഈ 3 പോയിന്റുകളാണ് നമ്മൾ അവിടെ മനസ്സിലാക്കി വെക്കേണ്ടത്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ പീരീഡ്സ് ടൈമിൽ കുട്ടികൾ ഉണ്ടാവുന്നുണ്ട് എന്ന് പറയുന്നുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ കാൽക്കുലേഷനിലുള്ള തെറ്റാണ്. ഈ ഒരു മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ കാൽക്കുലേഷനിൽ വരുന്ന തെറ്റുകളാണെന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഈ ഒരു പീരീഡ്സ് സമയത്ത് ഈ സാധാരണ ഇതിൽ ഒരു എന്താ പറയുക ഒരു 4 ദിവസം 5 ദിവസമൊക്കെ ആയിരിക്കും ബ്ലീഡിങ് ഉണ്ടാകുന്നത്. ചിലർക്ക് 6 ദിവസം 7 ദിവസം വരെയൊക്കെ നീണ്ടു നിൽക്കാം. അത് ഓരോ ആളുടെ ബന്ധപ്പെട്ടിരിക്കുന്ന ഘടകങ്ങളാണ്. എനിവേ ഈ ഒരു ബ്ലീഡിങ് ടൈമിൽ സാധാരണഗതിയിൽ സെക്സ് ചെയ്ത് കഴിഞ്ഞാൽ കുട്ടികൾ ഉണ്ടാവില്ല, സാധ്യതകൾ കുറവാണെന്നുള്ളതാണ്. സാധ്യതകൾ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ സാധ്യതകളായിട്ട് പറയുന്നത് ഇല്ലെങ്കിൽ നമ്മൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതും ആയിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു ബ്ലീഡിങ് സംഭവിക്കുമ്പോൾ പീരീഡ്സ് ആണെന്ന് തെറ്റിയിരിക്കുകയാണ്, എന്നിട്ട് ആ സമയത്ത് പോയിട്ട് സെക്സ് ചെയ്യുകയാണ്. അപ്പോൾ പീരീഡ്സ് ടൈമിൽ സാധാരണഗതിയിൽ കുട്ടികൾ ഉണ്ടാകുന്നില്ല എന്നുള്ള ഒരു കോൺഫിഡൻസിൽ സേഫ് സെക്സ് എന്ന രീതിയിലാണ് ആ ബ്ലീഡിങ് കണ്ടപ്പോൾ പോയി സെക്സ് ചെയ്തത്. ഓക്കെ, പക്ഷേ ശരിക്കും സംഭവിച്ച മറ്റെന്തോ തരത്തിലുണ്ടായ ചെറിയൊരു ബ്ലീഡിങ് ആയിരിക്കും. അപ്പോൾ തെറ്റിദ്ധരിക്കപ്പെട്ടു. അങ്ങനെ ഒരു കുട്ടി ഉണ്ടാവാനുള്ള ഒരു പോസിബിലിറ്റി അവിടെ ഒളിഞ്ഞിടക്കുന്നുണ്ട്. പിന്നെ അതായത് കാൽക്കുലേഷനിൽ വരുന്ന തെറ്റ്, മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുന്നതിൻ്റെ തെറ്റ് കൊണ്ട് സംഭവിക്കുന്നത്. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു മെൻസ്ട്രുവൽ സൈക്കിൾ പല രീതിയിൽ വേരിയേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ചിലരിൽ അത് 2 മാസം വരെയൊക്കെ നീണ്ടുപോകുന്ന കേസസ് ഉണ്ട്. അതെന്താ പറയുക ചില മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഹോർമോണിൻ്റെ ചില എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ വൈറ്റമിൻസ് പ്രോപ്പറായിട്ട് കിട്ടാത്തതുകൊണ്ടായിരിക്കാം, ഇല്ലെങ്കിൽ വേറെ ഈ പോളിസിസ്റ്റിക് ഓവറി പോലുള്ള കണ്ടീഷൻസ് കൊണ്ടായിരിക്കാം. പല റീസൺസുകളുണ്ട്. അതിനെപ്പറ്റി നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് വേറൊരു വീഡിയോയിൽ നോക്കാവുന്നതാണ്. അപ്പം ചിലപ്പോൾ നീണ്ടുപോകാം, അതുപോലെ കുറഞ്ഞു നിൽക്കുന്ന കേസ് വെച്ചാൽ ചിലപ്പോൾ ഒരു 21 ഡേ ആയിരിക്കും. 21 ഡേയ്സിൽ ഒരു മെൻസ്ട്രുവൽ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ആണെങ്കിൽ അതിനനുസരിച്ച് ഏകദേശം ഒരു പകുതി ടൈമിൽ ഓവുലേഷൻ നടക്കും. അപ്പോൾ ബ്ലീഡിങ് ഒരു 5 ദിവസം 6 ദിവസം നീണ്ടു നിൽക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ബ്ലീഡിങ് പീരീഡിൽ പോയിട്ട് സെക്സ് ചെയ്തു എന്ന് കരുതി കഴിഞ്ഞാൽ 5 ദിവസത്തോളമാണ് സ്പേംസിൻ്റെ ആയുസ്. അപ്പം ഈ ഒരു ഓവുലേഷൻ നടക്കുന്നത് 10ാമത്തെയോ 11ാമത്തെ ദിവസമാണെങ്കിൽ ആ 5ാമത്തെ ദിവസം വരെ സ്പേംസ് അവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. ബ്ലീഡിങ് ടൈമിൽ സെക്സ് ചെയ്താലും ആ ഒരു സ്പേംസ് അവിടെ എക്സിസ്റ്റ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഉണ്ട്. കൂടുതൽ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നില്ല. എനിവേ അവിടെയും ഒരു കാൽക്കുലേഷൻ തന്നെയാണ്, ഇല്ലെങ്കിൽ ഈ മെൻസ്ട്രുവൽ സൈക്കിളിൻ്റെ വേരിയേഷൻസ് കൊണ്ടുവരുന്ന ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഒരു മാസം നമ്മൾ പ്ലാൻ ചെയ്യുകയാണ്, കുട്ടി ഉണ്ടാവണം എന്ന രീതിയിൽ കറക്റ്റ് ആ ഒരു മെൻസ്ട്രുവൽ സൈക്കിളൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്യുന്നു. പക്ഷേ പിറ്റേത്തെ മാസം ബ്ലീഡിങ് സംഭവിക്കുന്നത് കണ്ടു. അപ്പം വിചാരിക്കുകയാണ് പീരീഡ്സ് ആണ്. ഓക്കെ, പീരീഡ്സ് ആണെന്ന് തെറ്റിദ്ധരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ആ ഒരു നമ്മൾ അറ്റംപ്റ്റ് നടത്തിയതിൽ തന്നെ അയാൾ പ്രഗ്നൻ്റ് ആയിട്ടുണ്ടാവും. പിറ്റേത്തെ മാസം സംഭവിച്ച് വെറും ബ്ലീഡിങ് ആയിരിക്കും. അപ്പോൾ തെറ്റിദ്ധരിക്കുകയാണ് പീരീഡ്സ് ആണെന്നുള്ളത്. അപ്പോൾ പീരീഡ്സ് സംഭവിച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ സാധാരണഗതിയിൽ പീരീഡ്സ് സംഭവിക്കാൻ പാടില്ലാത്തതാണ്. അത് സാധാരണഗതിയിൽ ആ ഓവുലേഷനും കാര്യങ്ങളൊക്കെ അവിടെ സ്റ്റോപ്പ് ആവും. പിന്നീട് പീരീഡ്സ് സംഭവിക്കാനുള്ള പോസിബിലിറ്റി ഇല്ല. അപ്പോൾ ഇങ്ങനെ ഒരു കേസിൽ നമ്മൾ തെറ്റിദ്ധരിക്കുന്നു, പീരീഡ്സ് സംഭവിച്ചു അപ്പോൾ പ്രഗ്നൻ്റ് ആയിട്ടില്ല എന്ന് കരുതുന്നു. എന്നാൽ പിന്നെ ഇനിയിപ്പോൾ 2 മാസത്തേക്ക് നമ്മൾ അത്തരത്തിലൊരു പ്ലാനിങ് വേണ്ട, അത് കഴിഞ്ഞിട്ട് കുട്ടി എന്ന രീതിയിൽ തിങ്ക് ചെയ്യാം. അപ്പോൾ സേഫ് പീരീഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ നാച്ചുറൽ കോൺട്രാസെപ്റ്റീവ് ടൈം ആയിട്ടുള്ള കേസിൽ നമുക്ക് സെക്സ് ചെയ്യാമെന്ന രീതിയിൽ ആ ഒരു ബ്ലീഡിങ് ടൈമിൽ സെക്സ് ചെയ്യുകയാണ്, കുട്ടി ഉണ്ടാവില്ല എന്ന വിശ്വാസത്തിൽ. അപ്പോൾ ആ ബ്ലീഡിങ് യഥാർത്ഥത്തിൽ നമ്മൾ ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സൺ തിങ്ക് ചെയ്യുന്നതാണ് പീരീഡ്സ് ആണെന്നാണ് തിങ്ക് ചെയ്യുന്നത്. പക്ഷേ സാധാരണഗതിയിലുള്ള ഒരു ബ്ലീഡിങ് ആണ്. ഓക്കെ, ഇവർ തമ്മിൽ സെക്സ് ചെയ്തിട്ട് അങ്ങനെ പോകുന്നു. പിറ്റേത്തെ മാസം അറിയുന്നത് ഇയാൾ പ്രഗ്നൻ്റ് ആണെന്നുള്ളത്.
അപ്പോൾ ആകെപ്പാടെ കൺഫ്യൂഷനായി ഈ ഒരു പെണ്ണ് വേറെ എവിടെയെങ്കിലും പോയിട്ട് ആ ഒരു ടൈം പീരീഡിൽ സെക്സ് ചെയ്തോ എന്നുള്ള കൺഫ്യൂഷനും ആ ലേഡിയെ തെറ്റിദ്ധരിക്കുന്ന കേസും അങ്ങനെയുള്ള ആകെപ്പാടെ കോംപ്ലിക്കേഷൻസ് ആവാനുള്ള സാധ്യതകൾ ഉണ്ടെന്നുള്ളതാണ്. സത്യത്തിൽ സംഭവിച്ചിട്ടുണ്ടാവുക ആദ്യം തന്നെ സെക്സ് ചെയ്തപ്പോൾ കുട്ടി ഉണ്ടായിട്ടുണ്ടാവും, പിറ്റേത്തെ മാസം ജസ്റ്റ് ഒരു ബ്ലീഡിങ് ആയിരിക്കും. അപ്പോൾ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് ഈ ഒരു ആർത്തവത്തെ പഴിചാരുന്ന കേസുകളും വരുന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. കുറച്ച് കോംപ്ലിക്കേഷൻ ആയോ എന്നുള്ള സംശയമുണ്ട്. നമ്മൾ മറ്റൊരു വീഡിയോയിൽ ഈ 3 പോയിന്റുകൾ യഥാർത്ഥത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇതിനോട് ചേർത്തിട്ട് ഈ കാര്യങ്ങളെല്ലാം പറയണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ആഡ് ഓൺ ചെയ്തത്. ഓക്കെ, വേണമെങ്കിൽ ആ ഒരു വീഡിയോ ഞാനൊരു കാർഡിൽ ആഡ് ചെയ്തേക്കാം. അത് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങളെല്ലാം മനസ്സിലാവുന്നതായിരിക്കും. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ. ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. വേണമെങ്കിൽ ആ ഒരു ടൈം പീരീഡിൽ ചെയ്തു എന്ന് കരുതിയിട്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി പക്ഷെ പാർട്ട്നേഴ്സ് രണ്ടും അത് താല്പര്യപ്പെടുന്നവരായിരിക്കണം. ഈ ഒരു ബ്ലീഡിങ്ങിനെ അശുദ്ധമായിട്ടോ ഇല്ലെങ്കിൽ ഒരു അൺഹൈജീനിക് ആയിട്ടോ തിങ്ക് ചെയ്യാണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ, മനസ്സിന് പിടിച്ച രീതിയിലാണെങ്കിൽ ഓക്കെയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് മാക്സിമം ഹൈജീനൊക്കെ കീപ്പ് ചെയ്യുക. അല്ലാത്ത പക്ഷേ അവിടെ വെറ്റായിട്ടിരിക്കാതിരിക്കാൻ ശ്രമിക്കുക. ഈ ഒരു പാഡ്സോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് സമയാസമയങ്ങളിൽ മാറ്റുക. അല്ലാത്ത പക്ഷം ഇൻഫെക്ഷൻ സാധ്യതകളുണ്ട്, അപ്പോൾ അതൊക്കെ സൂക്ഷിക്കുക. അല്ലാണ്ട് സെക്സ് ചെയ്തു എന്ന് കരുതിയിട്ട് വലിയ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഇല്ല. സാധാരണഗതിയിൽ കുട്ടികൾ ഉണ്ടാവാനുള്ള സാധ്യതയും ബ്ലീഡിങ് ടൈമിൽ ഇല്ല എന്നുള്ളതാണ്. ചില ചാൻസസുകളേ ഉള്ളൂ, നമ്മളിവിടെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോയിൽ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, വലിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ടുകൾ കാര്യങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഡിസ്കസ് ചെയ്യുക. ഒരു ഓപ്പൺ പ്ലോട്ടാണ്, ഡിസ്കസ് ചെയ്യാനുള്ള ഒരു ഓപ്പൺ പ്ലോട്ടാണ് നമ്മുടെ ഇവിടെ തുറന്നു വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തീർച്ചയായിട്ടും ഓപ്പണായിട്ട് ഡിസ്കസ് ചെയ്യാൻ, എന്നെ നേരിട്ട് ഫോളോ ചെയ്യാനും എന്തെങ്കിലും തരത്തിലുള്ള കാര്യങ്ങൾ എന്നോട് ഡിസ്കസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്യാം. നിതിൻ സ്ക്വാഡ് എന്നാണ് എൻ്റെ ID. ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. തുടർന്നുള്ള വീഡിയോസ് കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ NRN സ്ക്വാഡിൻ്റെ കൂടെ ജോയിൻ ചെയ്യുക. അതുപോലെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അത്രയ്ക്ക് തന്നെയുള്ളൂ. അടിപൊളി വീഡിയോസുകളായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും നിർത്തുകയാണ്. ഇറ്റ്സ് മീ നിതിൻ രാജ്.